കഴിഞ്ഞ എപ്പിസോഡിൽ ടാൻജിറോ, ഇനോസ്കി, സെനിറ്റ്സോ പിന്നെ നമ്മുടെ ടെൻകൻ ന്യൂസി ഇവരെല്ലാവരും എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് അവസാനിച്ചത്. സോ ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2 രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടുപേരെ നമ്മൾ മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ആളാണ് നോഫി ബ്രോ, രണ്ടാമത്തെ ആളാണ് ശ്രീജിത്ത് ബ്രോ. രണ്ടുപേരും കട്ട സപ്പോർട്ടാണ് ഹരിഗത്തോ ഗൊസൈമസ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോയിലും ഇതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടുപേരെ വെച്ച് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങൾ ഇതുവരെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ ഒന്ന് കയറി കാണുക. ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഡൺ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ടുപേരെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ ടാൻജിറോ എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റാ എന്ന് വെച്ചാൽ എന്താ എന്ന് ചോദിക്കുന്ന സമയത്താണ് സെനിറ്റ്സോ പറയുന്നത്, ഏയ് ടാൻജിറോ, നിനക്കത് അറിയില്ലേ? ഈ ഗേൾസ് പാർട്ടി വൈബ് ബാർ അതൊക്കെയാണ് എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ടാൻജിറോക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ ടെൻകൻ ന്യൂസി ഇടയിൽ കയറിക്കൊണ്ട് പറയാണ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, ഞാനൊരു ദൈവമാണ്, നിങ്ങളെല്ലാവരും ഒരു വേസ്റ്റ് മാത്രം. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ഞാനൊരു നായാവാൻ പറഞ്ഞ നായാവണം, ഞാനൊരു കുരങ്ങനാവാൻ പറഞ്ഞ കുരങ്ങനാവണം, ഞാൻ എന്ത് പറയുന്നോ അത് നിങ്ങൾ കേൾക്കണം, കാരണം ഞാനൊരു ദൈവമാണ്. ഇത് കേൾക്കുന്ന സെനിറ്റ്സോ, നിനക്ക് വയ്യേടാ എന്നുള്ളൊരു എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുവാണ്. എന്നാൽ ഇതേ സമയം ടാൻജിറോ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ഏതിന്റെ ദൈവമാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന സെനിറ്റ്സോ, ഹേയ് ടാൻജിറോ, നീ സീരിയസ് ആയിട്ടാണോ ചോദിക്കുന്നത്? എന്നാ കോമഡി ആയിട്ടുണ്ടാ. ഇതേ സമയം ടെൻകൻ ടാൻജിറോട് പറയാണ്, നീ എന്തായാലും നല്ലൊരു ചോദ്യം ചോദിച്ചേ, നിനക്ക് എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടെന്ന്. ഇത് കേൾക്കുന്ന സെനിറ്റ്സോ, ഇവൻ ചോദിച്ചതേ മണ്ടത്തരമാണ്, അതിൽ ഇവൻക്ക് എന്ത് ഭാവി എന്നായി പറയുന്നത്? എന്നാൽ ഇതേ സമയം തന്നെ ടെൻകൻ പറയുന്നു, ഞാനാണ് ഫെസ്റ്റിവൽസിന്റെ ദൈവം. അപ്പോൾ സെനിറ്റ്സോ പറയാണ്, നിങ്ങൾ ഗോഡ് ഓഫ് ഫെസ്റ്റിവൽ അല്ല, ഗോഡ് ഓഫ് മണ്ടത്തരം. ഇതേ സമയം അപ്പുറത്തുനിന്ന്, ഞാനാണ് ഗോഡ് ഓഫ് മൗണ്ടൻ, ഗോഡ് ഓഫ് ഫെസ്റ്റിവലിനെ മീറ്റ് ചെയ്തതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ടെൻകൻ, ഇവനെന്താ മണ്ടത്തരമൊക്കെ വിളിച്ചു പറയുന്നത്? ഇത് കേൾക്കുന്ന സെനിറ്റ്സോ, അപ്പൊ നീ ഇതുവരെ പറഞ്ഞതൊക്കെ വലിയ സംഭവമാണല്ലോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. ഇതേ സമയം സെനിറ്റ്സോ, എന്ത് ഞാൻ പൊട്ടനാണെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞ് അവരുമായിട്ട് അടിയുണ്ടാക്കാൻ നിൽക്കുന്നു. എന്നാൽ ടാൻജിറോ അവരെ പിടിച്ചു നിൽക്കുവാണ്. അങ്ങനെ ടെൻകൻ, എല്ലാവരും എന്നെ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടുന്ന് സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഇനോസ്കി, ഇതാണോ ഗോഡ് ഓഫ് ഫെസ്റ്റിവലിന്റെ പവർ എന്ന് ചോദിക്കുന്ന സമയത്ത് ടാൻജിറോ പറയുന്നു, ഇല്ല, അത് ജസ്റ്റ് ടെൻകന്റെ പവറാണ്, അവരൊരു ആശ്രയമുണ്ട്, ഇതൊക്കെ അവർക്ക് സിമ്പിൾ ആണെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഗേൾസിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്. എന്നാൽ ഗേൾസ് എല്ലാം സൂക്ഷിച്ചു പോയിട്ട് വാ, സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവരെ യാത്രയാക്കുന്നു. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് അവർ എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിൽ എത്തുവാണ്. നമ്മുടെ ടെൻകൻ, ആരും എന്നെ വിട്ടു പോകരുത്, എല്ലാവരും എന്റെ പുറകെ തന്നെ വരണം, എല്ലാവരും എന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇനോസ്കിയും സെനിറ്റ്സോയും അവിടെ ഇറങ്ങി ചാടുവാണ്. ഇത് കണ്ടുകൊണ്ട് തന്നെ ടാൻജിറോയും അവരുടെ പുറകെ പോകുന്നു. എന്നാൽ ദേഷ്യം വന്ന് ടെൻകൻ, എല്ലാവരോടും ഞാൻ പറഞ്ഞ് നാവ് വായിലിട്ടല്ലേ ഉള്ളടാ, അപ്പോഴേക്കും നിങ്ങൾ ഇറങ്ങി ഓടിയോടാ എന്നൊക്കെ ചോദിക്കുന്നു. നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ ആൾക്കൂട്ടത്തെ ഇതുവരെ അധികം കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ നിറയെ ആൾക്കാരുണ്ടല്ലോ, എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആൾക്കാരുടെ ഇടയിലോട്ട് ചാടി കയറുവാണ്. എന്നാൽ ടെൻകൻ അവനെ പിടിച്ചോണ്ട് വരുവാണ്. ഇതേ സമയം തന്നെ സെനിറ്റ്സോയെ അവിടെ കാണാനില്ല. എവിടെയാടാ ആ മഞ്ഞ കളറുള്ള മുടിയുള്ളവൻ എന്നും ചോദിക്കുകയാണ് ടെൻകൻ ടാൻജിറോയോട്. ഇതേ സമയം തന്നെ സെനിറ്റ്സോ അവിടെയുള്ള ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഒക്കെ നടന്നു പോവാണ്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ലേഡീസ്, ഹേയ് ഹാൻസം, നിന്നെ തന്നെ വിളിച്ചേ, ഇങ്ങോട്ട് നോക്ക്, വന്നിട്ട് ചോക്ലേറ്റ് കഴിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നു. എന്നിത് കേട്ട് അവന് നാണാവുകയാണ്. അവൻ അവിടെ നിന്ന് ഓടുവാണ്. ഇത്രയും സുന്ദരികളായിട്ടുള്ള ഗേൾസ് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് നാണം വരുന്നു? ഞാൻ ഇത്രയും കാലം ഗേൾസിന്റെ പുറകെ നടക്കുമല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ തന്നെ മനസ്സിലാവാത്ത പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ടെൻകൻ അവനെ അടിച്ച് താഴെയിട്ട്, നീ ഒരു കുട്ടിയാണ്, നിനക്ക് ഇതിനൊന്നും പ്രായമായിട്ടില്ലെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് വരുവാണ്. പിന്നീടാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ടെൻകൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഭംഗിയുള്ള ഗേൾസിന് വളരെയധികം ഡിമാൻഡ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആളുകൾ കടം കയറുന്ന സമയത്ത് അവർക്കറിയുന്ന ഭംഗിയുള്ള ഗേൾസിനൊക്കെ ഇവിടെ കൊടുന്ന് വിൽക്കും. അവർക്ക് നല്ല ഭംഗിയുണ്ടെങ്കിൽ അവരെ അതിലും വില കൊടുത്ത് വേറെ ആരെങ്കിലും ഒക്കെ മേടിക്കും. അങ്ങനെ അവരുടെ കടങ്ങളെല്ലാം അവർ വീട്ടുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അവരുടെ ഭംഗിക്കനുസരിച്ച് അവർക്ക് ഓരോ റാങ്കും കൊടുക്കും. ഉയരാന എന്നുള്ള റാങ്കിങ് ആണ് ഇപ്പോൾ വളരെയധികം പോപ്പുലർ ആയിട്ട് നിൽക്കുന്നതെന്നും ടെൻകൻ പറയുന്നു. ഈ സ്ഥലം രാവിലെ ഒരു സാധാരണ സ്ഥലം പോലെയാണ് ഉണ്ടാവുക, പക്ഷെ രാത്രി ആവുന്ന സമയത്ത് ഇതൊരു ഫെസ്റ്റിവൽ സ്ഥലമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഡീമൺസിന് ഒരുപാടധികം അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ ടെൻകൻ അവരൊരു വീട്ടിലോട്ട് കൊണ്ടുപോയി അവർ എന്തിനാണ് അവിടെ വന്നതെന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ടെൻകൻ പറയുന്നു, നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെ ഭാര്യയെ കണ്ടുപിടിക്കാനാണ്. ഇത് കേട്ട് ടെൻഷനായിട്ടുള്ള സെനിറ്റ്സോ, എന്ത്, ഞങ്ങൾ നിനക്ക് പെണ്ണ് അന്വേഷിച്ചാണോ ഇങ്ങോട്ട് വന്നേ? അതിനാണോ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നിന്നെ കണ്ടാൽ തന്നെ നിനക്കൊരു പെണ്ണ് കിട്ടില്ല, പിന്നെയാണോ ഇവിടെ വന്ന് നിനക്ക് പെണ്ണ് അന്വേഷിക്കുന്നത്? നിനക്ക് ഭ്രാന്താണോ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് ടെൻകൻ, എനിക്ക് പെണ്ണ് അന്വേഷിക്കാനല്ല വന്നത്, എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, അവളെ കണ്ടുപിടിക്കാനാണ് വന്നതെന്ന് പറയുന്നു. ഇത് കേട്ട് സെനിറ്റ്സോ സൈലന്റ് ആയിട്ട്, നിങ്ങൾക്ക് ഭാര്യയൊക്കെ ഉണ്ടല്ലേ, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, നിങ്ങളെപ്പോലെയുള്ളൊരു മണ്ടനിക്ക് എവിടെ നിന്ന് വൈഫിനെ കിട്ടാനെന്നൊക്കെ പറഞ്ഞ് ടെൻകനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ടെൻകൻ കുറച്ച് ലെറ്റേഴ്സ് എടുത്ത് അവൻ്റെ അടുത്തോട്ട് എറിയാണ്. ഇന്നടാ പ്രൂഫ്, ഇത് നോക്ക്, ഇത് എൻ്റെ കാക്ക എനിക്ക് വണ്ടി കൊണ്ടുവന്ന് തന്നതാണ്
ആണ്, ഇതൊക്കെ അവരെഴുതിയതാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ടാൻജറോ ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ടെൻകൻ പറയുന്നു, അതെ എനിക്ക് 3 ഭാര്യമാരുണ്ട്, അവർ 3 പേരും ഇവിടെയാണുള്ളത്, അവർ 3 പേരും കൂടി അയച്ച കത്താണ് ഇത് എന്ന് പറയുന്നു. ഇത് കേട്ട് വീണ്ടും നമ്മുടെ ജെനിറ്റ്സോ ടെൻഷനായിട്ട്, എന്ത് 3 ഭാര്യമാരോ, അതും നിനക്കോ, നീ എന്താടാ കളിക്കുകയാണോടാ പ്രാന്ത എന്നും പറഞ്ഞുകൊണ്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ടെൻകൻ അവന്റെ മണ്ടക്കിട്ട് ഒരു കൊട്ടു കൊടുത്ത് അവൻ അവിടെ ബോധം കെടുത്തിയിടുന്നു. ഇവിടെ ഡീമൺസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ ഒരു കസ്റ്റമർ ആയിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ചതാണ്. പക്ഷേ എനിക്ക് ഡീമൺസിനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാര്യമാരെ ഇങ്ങോട്ട് അയച്ചു. അവർ 3 പേരും ഒരു നിഞ്ചയാണ്. ഞാൻ അന്വേഷിച്ച ഇൻഫർമേഷനിൽ എനിക്ക് ഡൗട്ട് തോന്നിയത് ഒരു 3 ഹൗസിന്റെ പേരിലാണെന്ന് പറയാണ് ടെൻകൻ. ആ 3 ഹൗസിലോട്ടും തന്റെ 3 ഭാര്യമാരെ സ്പൈ ആയിട്ട് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതായത് പൈസയൊന്നുമില്ലാതെ ദാരിദ്ര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടികളെയൊക്കെ ഇവിടെ കൊടുന്ന് വിൽക്കാറാണ് പതിവ്. വിൽക്കാൻ മീൻസ് ഓരോ വലിയ വലിയ വീട്ടുകളിലൊക്കെ ജോലിക്ക് ആളെ നിർത്തുന്ന പോലെ നിർത്തുക. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ ആളുകൾ അവരെ കൂടുതൽ പൈസയ്ക്ക് വേറൊരു വീട്ടിൽ അല്ലെങ്കിൽ വേറെ വലിയ പണക്കാർക്കൊക്കെ മറിച്ചു വിൽക്കും. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അങ്ങനെ ടെൻകൻ എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്ന സമയത്ത് നമ്മുടെ ഇനോസ്കി നിങ്ങളുടെ വൈഫിനെ കണ്ടുപിടിച്ച് ഞാൻ അവരുടെ കൂടെ ഒരു ഡേറ്റിങ്ങിനൊക്കെ പോകുമെന്ന് പറയുന്ന സമയത്ത് ദേഷ്യം വന്ന ടെൻകൻ അവനെ അടിച്ച് താഴെ ഇടുവാണ്, ബോധം കെടുത്തിയിടുന്നു. ഇതേ സമയം നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടൊരാൾ ഒരു പെട്ടിയും കൊണ്ടുവരുവാണ്. ആ പെട്ടിയിലോട്ട് തന്നെ നോക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ ആ 3 ഹൗസിലെ ഒരു ഹൗസിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അവർ 4 പേരും. അതിൽ നമ്മുടെ ടാൻജറോ, ഇനോസ്കി, ജെനിറ്റ്സോയൊക്കെ ഇപ്പൊ മേക്കപ്പ് ഇട്ട് ഒരു സുന്ദരി കുട്ടപ്പിയാക്കി നിർത്തിയിരിക്കുകയാണ്, ഒരു പെണ്ണിനെ പോലെ. മുഖത്ത് 2 കുത്തിട്ട പെണ്ണാവോ? ടെൻകന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരിൽ ആരെങ്കിലും ഒരാളെ ഇവിടെ വിറ്റിട്ട് ഇവിടെയുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ ചെയ്യുക. അതായത് തന്റെ ഭാര്യമാർ ഇവിടെ ഉണ്ടോ, അവരിപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവരൊക്കെ ആ വീട്ടിലോട്ട് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ആ ഗേൾസിനെ വാങ്ങുന്ന ആൾക്കാർ ഇവരെ 3 പേരെയും കണ്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് ഗേൾ തന്നെയാണോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ടെൻകൻ വളരെ ഹോട്ടായിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെൻകൻ അവരോട് പറയാണ്, ഇവരെ 3 പേരിൽ ഒരാളെ നിങ്ങൾ ഇവിടെ എടുത്തിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഭാവിയിൽ നല്ലൊരു പെണ്ണായിട്ട് മാറുമെന്ന്. അതുകൊണ്ട് തന്നെ ഇവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ച് വിൽക്കാം, ഒരുപാട് പൈസയൊക്കെ കിട്ടുമെന്ന് പറയുന്നു. ഇത് കേട്ട് അവിടുത്തെ ആ ലേഡി, ഓക്കെ നിങ്ങൾ പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ ഒരാളെ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ടാൻജറോയെ എടുക്കുന്നു. നമ്മുടെ ടാൻജറോ ആണെങ്കിൽ പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ എന്നും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ടാൻജറോയുടെ പേരാണ് സുമിക്കോ. അങ്ങനെ മറ്റു 2 പേരെയും കൊണ്ട് ടെൻകൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ജെനിറ്റ്സോ എന്തോ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്, എന്തോ ടെൻഷനുള്ള പോലെ. ഇത് കേട്ട് ടെൻകൻ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നിന്നെ ആരും വാങ്ങൂല എന്ന് വിചാരിച്ചിട്ടാണോ നീ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നത് എന്ന് ടെൻകൻ ചോദിക്കുന്ന സമയത്ത് ജെനിറ്റ്സോ മനസ്സിൽ പറയുകയാണ്, എന്നെ ആരും വാങ്ങൂല എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ടെൻഷൻ അടിക്കുന്നത്, നീ ഇത്ര ഹാൻഡ്സം ആയിട്ട് ഇത്ര ഹോട്ടായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ടെൻകനെ നോക്കി ചിന്തിച്ചിരിക്കുകയാണ്. ഇതേ സമയം ഇനോസ്കി അവിടെ ഒരുപാട് ആൾക്കൂട്ടുള്ളത് കാണുവാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവർ 3 പേരും അങ്ങോട്ട് പോകുന്നു. നോക്കുന്ന സമയത്ത് വളരെ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലേഡി അതിനെ നടന്നു വരുന്നുണ്ട്. അവരാണ് ഇപ്പോൾ അവിടെയുള്ള ഏറ്റവും ഭംഗിയുള്ള ലേഡിക്കുള്ള ഹൈ റാങ്കിൽ ഇരിക്കുന്ന ആൾ. അവളുടെ പേരാണ് കൊയിനട്സു. അവളെ കണ്ടുകൊണ്ട് തന്നെ ജെനിറ്റ്സോ ഇതാണോ നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞ് ടെൻകനോട് ചോദിക്കുന്നു. ടെൻകൻ അവന്റെ മണ്ടയ്ക്ക് ഒരു കൊട്ടു കൊടുത്തിട്ട് ഇതൊന്നല്ല എന്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ഇനോസ്കി ഇവരെന്ത് എത്രയും മെല്ലെ നടക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ചെവിയിലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ കാണുകയും ചെയ്യുന്നുണ്ട്. അവർ ഇനോസ്കിയെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ടെൻകന്റെ അടുത്ത് വന്ന് ഈ ഗേളിനെ ഞാൻ മേടിച്ചോളാം, നിങ്ങൾ എത്രയാണ് ഇതിന് വില പറയുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന വിലയൊന്നും ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ ഹൗസ് ഏതാണെന്ന് ടെൻകൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടെൻകൻ പറഞ്ഞ ആ 3 ഹൗസിലുണ്ടായിരുന്ന ഒരു ഹൗസിലെ ആള് തന്നെയാണ് ഇപ്പൊ അവരോട് വന്ന് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ടെൻകൻ ചോദിക്കുന്നുണ്ട് ഇവരെ വാങ്ങാൻ എന്തെങ്കിലും കാരണമുണ്ടോ, എന്തുകൊണ്ടാണ് ഇവരെ തെരഞ്ഞെടുത്തതെന്ന് ചോദിക്കുകയാണ്. ഇവളുടെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവളെ തെരഞ്ഞെടുത്തതെന്നും ആ ലേഡി പറയുന്നു. അങ്ങനെ ടെൻകൻ ഇനോസ്കിയെ ആ ലേഡിക്ക് വിറ്റിട്ട് ടാറ്റ ബൈ ബൈ കൊടുത്തുകൊണ്ട് പോവാണ്. ഇതേ സമയം തന്നെ ടെൻകൻ നമ്മളെ ജെനിറ്റ്സോനെ നോക്കുന്നുണ്ട്. ജെനിറ്റ്സോ ടെൻകനെ നോക്കിയിട്ട് അയ്യോ എന്റെ മുഖം അത്രയും വൃത്തികേടാണോ, അതുകൊണ്ടാണ് എന്നെ ആരും വാങ്ങാത്തത് എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ ഇനോസ്കിയെ മേടിച്ചുകൊണ്ട് പോയ ആ വീട്ടുകാരെ ഇപ്പൊ ഇനോസ്കിയെ കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടപ്പിയാക്കിയിട്ട് ഇരിക്കുകയാണ്. പഴയതുപോലെ, അതായത് ഇനോസ്കി എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ആക്കി മാറ്റുന്നുണ്ട്. അവളുടെ കണ്ണ് കണ്ടിട്ട് ഈ പെണ്ണ് നല്ല ഭംഗിയുണ്ടല്ലോ, ഞാൻ വളരെ കുറഞ്ഞ വിലക്കാണ് ഇവളെ മേടിച്ചത്, എന്തായാലും ഇവൾക്ക് നല്ല രീതിക്കുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇവളെ നല്ല വിലയ്ക്ക് തന്നെ നമ്മൾ വിൽക്കുമെന്നൊക്കെ പറഞ്ഞ് അവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇനോസ്കി ഒരു ആണാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. ഇനിയുള്ളത് ഒരേ ഒരു വീടാണ്. ആ വീട്ടിലോട്ട് ഇപ്പൊ നമ്മുടെ ജെനിറ്റ്സോ വന്നിരിക്കുകയാണ്. ജെനിറ്റ്സോ അവിടെ ഇരുന്നൊരു ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ലേഡീസ് എല്ലാം പറയുന്നുണ്ട് ഒരേ ഒരു പ്രാവശ്യം ഈ മ്യൂസിക് വായിക്കുന്നത് ഇവൾ കേട്ടിട്ടുള്ളൂ, പക്ഷെ അത് കാണാതെ പഠിച്ച് ഇപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ വായിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ജെനിറ്റ്സോനോട് നോക്കുന്നു. ജെനിറ്റ്സോ ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് തണ്ടർ ബ്രീത്തിങ് യൂസ് ചെയ്ത് ആ ഗിറ്റാർ വളരെ സ്പീഡിൽ തന്നെ വായിക്കുന്നുണ്ട്. അവിടെയുള്ള ലേഡീസ് പറയുന്നുണ്ട് ഇവളെ മുഖം കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ എന്ത് കണ്ടിട്ടാണാവോ ഇവര് ഈ വീടിന്റെ ഓണർ വാങ്ങിച്ചത്. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന വേറെ ലേഡി പറയുന്നുണ്ട് ഇവളെ കണ്ടിട്ടൊന്നല്ല ഈ വീടിന്റെ ഓണർ ഇവരെ വാങ്ങിച്ചത്, ഇവരെ കൊണ്ടുവന്ന ആൾ വളരെയധികം ഹാൻഡ്സം ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ പറയുന്നത് കേട്ടിട്ടാണ് ഇവളെ ഈ വീടിന്റെ ഓണർ വാങ്ങിച്ചതെന്ന് അവിടെയുള്ള ഒരു ലേഡി പറയുന്നു. അപ്പോഴാണ് ടെൻകൻ എന്ത് പറഞ്ഞിട്ടാണ് നമ്മുടെ ജെനിറ്റ്സോനെ വിറ്റതെന്നുള്ള
എന്നുള്ള കാര്യം കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവളെ കക്കൂസ് കഴുകാനൊക്കെ എടുപ്പിക്കാം, എന്ത് ജോലി വേണമെങ്കിലും ഇവള് ചെയ്തോളും, എന്ത് വേണമെങ്കിലും ഇവളോട് പറഞ്ഞാൽ മതി, ഒക്കെ സെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ടെൻഗൻ ഇപ്പം നമ്മുടെ ജെനിറ്റ്സോനെ വിറ്റിട്ടുള്ളത്. അതിൻ്റെ ദേഷ്യത്തിൽ അതിൻ്റെ കലിപ്പിലിരിക്കുകയാണ് നമ്മുടെ ജെനിറ്റ്സോ. ഇതേസമയം നമ്മുടെ ടാഞ്ചറോ ഉള്ള വീട് കാണിക്കുകയാണ്. ടാഞ്ചറോ ഉള്ള വീട്ടിലോട്ട് ഇപ്പോൾ പുതിയൊരു കസ്റ്റമർ വന്നിരിക്കുകയാണ്. അതുകൊണ്ടല്ല അവിടെയുള്ള ലേഡീസ് ടാഞ്ചറോട് ഇപ്പോൾ പുതിയൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ ലഗേജ് ഒക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കുക എന്ന് പറയുന്നു. മാത്രമല്ല ടാഞ്ചറോയുടെ മുഖത്തുള്ള മേക്കപ്പ് അയക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നിന്റെ തലയിൽ ഇതുപോലൊരു മറുകുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ആ മറുക് കണ്ട് ഹൗസ് ഓണർ നിന്നോട് ഒരുപാടധികം ദേഷ്യപ്പെട്ടല്ലേ, ഞങ്ങളോട് ക്ഷമിക്കെന്ന് പറയുന്നു. ഇത് കേട്ട് ടാഞ്ചറോ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ലഗേജ് എല്ലാം രണ്ട് കഴിയിലും തൂക്കി പിടിച്ച് കൊണ്ടുപോവാണ്. ഇത് കണ്ട് അവിടെയുള്ള ആ ലേഡീസ് ഇവൾക്ക് വളരെയധികം ശക്തിയൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് തന്നെ അവൾ ചെയ്യുന്നുണ്ടല്ലേ കാര്യങ്ങളെന്ന് പറഞ്ഞ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം രണ്ട് കുട്ടികളെ കാണിക്കുന്നു. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിനു മുൻപ് ഈ വിൻഡോ വഴിയാണ് ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടത്, അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ചില ഗേൾസ് ആഷിനെയൊക്കെ ചെയ്താലോ എന്ന് ചോദിക്കുന്നു. ഇപ്പോഴാണ് ടാഞ്ചർ അങ്ങോട്ട് കടന്നു വരുന്നത്. നിങ്ങൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ടാഞ്ചർ അവരോട് ചോദിക്കുന്നു. ഇത് കേട്ട ആ കുട്ടികൾ ഇത് തീരെ വെയിറ്റ് ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് വെയിറ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ എനിക്ക് വളരെ സിമ്പിളാണ്, നിങ്ങൾ എന്താ ആഷിനേക്കെ എന്ന് പറഞ്ഞിരുന്നത്, അതെന്താ സംഭവം എന്ന് ചോദിക്കുന്നു. ആ കുട്ടികൾ ആഷിനേക്കെ പറ്റി അറിയില്ലേ, ഇവിടെയുള്ള ഓണർ പൈസ കൊടുത്ത് ഓരോ ലേഡീസിനെ മേടിക്കും, അവരവരുടെ കടങ്ങളൊക്കെ വീട്ടി കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടും അവരുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ. ഉദാഹരണത്തിന് നമ്മുടെ ഈ ഐറൺ സ്റ്റോനൊക്കെ പോലെ. ഇത് കേട്ട് ടാഞ്ചറോക്ക് ഐറൺ സ്റ്റോ ഈ പേര് ഞാൻ എവിടെ കേട്ടുകണല്ലോ, ഇത് ചിലപ്പോൾ ടെൻഗന്റെ ഭാര്യ ആയിരിക്കുമോ എന്ന് ടാഞ്ചറോ ചിന്തിക്കുന്നു. ഇതേ സമയം തന്നെ അങ്ങോട്ട് ലേഡി കടന്നു വരുന്നു. ഐറൺ സ്റ്റോനെ പറ്റി അറിയാതെ അവളെ പറ്റി സംസാരിക്കരുത്, അവൾക്ക് എന്ത് സംഭവിച്ചു എന്നും ഇപ്പോഴും ആർക്കും അറിയില്ല എന്ന് ആ ലേഡി പറയുന്നു. നോക്കുന്ന സമയത്ത് അത് വേറെ ആരും ആയിരുന്നില്ല, ആ സ്ഥലത്തിലെ ഹയസ്റ്റ് റാങ്കിലിരിക്കുന്ന വളരെയധികം സൗന്ദര്യമുള്ള ആ ലേഡി ആയിരുന്നു. അവരാണ് ഇപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ആ ലേഡി എന്റെ പെട്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ടാഞ്ചറോക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്ന ടാഞ്ചറോ ഐറൺ സ്റ്റോക്ക് എന്ത് പറ്റിയെന്ന് ആ ലേഡിയോട് ചോദിക്കുന്നു. ഇത് കേട്ട ആ ലേഡി അതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാണെന്ന് ടാഞ്ചറോട് തിരിച്ചു ചോദിക്കുകയാണ്. ടാഞ്ചറോക്ക് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല, അതായത് അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ എന്തെങ്കിലും ടാഞ്ചറോ പറയണമല്ലോ. നമ്മുടെ ടാഞ്ചറോക്ക് ആണെങ്കിൽ നുണ പറഞ്ഞ് ശീലവുമില്ല, അതുകൊണ്ട് തപ്പിത്തടഞ്ഞ് ഐറൺ സോ എൻ്റെ സിസ്റ്റർ ആണെന്ന് പറയുന്നു. ഇത് കേട്ടാ ലേഡി അങ്ങനെയാണോ, നിന്റെ സിസ്റ്റർ ഹാഷ്നിക്ക് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, കാരണം അവൾക്ക് ഒരു ലവർ തന്നെ ഇല്ല, പക്ഷേ അവളുടെ ഡയറിയിൽ അവളുടെ ലവറിനെ പറ്റി എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആളുകൾ അവൾ ആഷ്നിക്കെ ചെയ്തു എന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഷ്നിക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് ജോലി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ലേഡീസിനെയൊക്കെ അവരുടെ ജോലി കഴിയാവുന്നതിന് മുൻപ് തന്നെ അവരുടെ ബോയ് ഫ്രണ്ട്സ് ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോകും, അതായത് ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ ഇവിടെ നിന്നും ചാടിപ്പോവും, അതിനാണ് ആഷ്നിക്കെ എന്ന് പറയുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ ടാഞ്ചർ ചിന്തിക്കുന്നു, എന്നാൽ ഇത് ഡീമൺസിന് വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. ഡീമൺസ് ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയാൽ ആളുകൾ വിചാരിക്കും അവർ ഇവിടുത്തെ ജോലി സഹിക്കാൻ വയ്യാതെ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഓടിപ്പോയതാണെന്ന്. എന്നാൽ ഇതേ സമയം തന്നെ ടെൻഗൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വീടിന്റെ മണ്ടയിൽ കയറി നിന്നുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ നടന്നിട്ടില്ല. എനിക്ക് ആ ഡീമണെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഒരു പക്ഷേ ആ ഡീമൺ ഒരു അപ്പർ മൂൺ ഡീമൺ ആയിരിക്കുമോ, അതുകൊണ്ടാണ് എനിക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന് ചിന്തിച്ചിരിക്കുകയാണ് ടെൻഗൻ. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കിയെ കാണിക്കുകയാണ്. ഇനോസ്കി ആ ഗേൾസിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവനക്ക് നല്ല രീതിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. എന്നാൽ ഇതേ സമയം തന്നെ രണ്ട് ലേഡീസ് മാക്കിയോ പറ്റി സംസാരിക്കുന്നത് ഇനോസ്കി കേൾക്കുന്നു. മാക്കിയോ എന്ന് പറയുന്നത് ടെൻഗന്റെ വേറൊരു ഭാര്യയാണ്. അവളെ പറ്റി സംസാരിക്കുന്നത് കേൾക്കുവാണ് ഇനോസ്കി. ഇനോസ്കി അത് ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. അവർ പറയുന്നത് മാക്കിയോക്ക് എന്തോ വലിയ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു, ഹോസ്പിറ്റലിലോട്ട് വിളിച്ചിട്ടും അവൾ വരുന്നില്ല, വീടിന് പുറത്തോട്ട് പോലും അവൾ ഇറങ്ങുന്നില്ല, അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് അവളുടെ റൂമിന്റെ പുറത്ത് കൊണ്ടുവച്ചാലും അവൾ അത് കഴിക്കുന്നില്ല, അവളെ ഇപ്പോൾ ആരും തന്നെ കാണാൻ പോകാൻ പറ്റില്ലെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ലെന്ന് ആ ലേഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന ഇനോസ്കി മാക്കിയോ ഒരു പക്ഷേ ടെൻഗന്റെ ഭാര്യയായിരിക്കുമോ, അപ്പോൾ അവർ ഈ വീട്ടിൽ തന്നെയുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇനോസ്കി അവിടെ നിന്ന് ഓടുന്ന സമയത്ത് ആ ലേഡീസ് ഹേയ് കുട്ടി ഓടല്ലേ നടക്ക് അതെല്ലാം മര്യാദ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇനോസ്കിയും തലയാട്ടി ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോകുന്നു. നമ്മുടെ ഇനോസ്കിയോട് ടെൻഗൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ദയവ് ചെയ്ത് നിന്റെ വായ മാത്രം തുറക്കരുത്, തുറന്നു കഴിഞ്ഞാൽ പോലും നീ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കാൻ മാത്രം ശ്രമിക്കരുത്, കാരണം നിന്റെ ശബ്ദം എന്ന് പറയുന്നത് തന്നെ ചിരട്ട വെച്ച് പാറക്കല്ലിൽ ഉരയ്ക്കുന്ന പോലെയാണ് ടെൻഗൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ നേരത്തെ പറഞ്ഞ ആ റൂം കാണിക്കുകയാണ്, അതായത് നമ്മുടെ മാക്കിയോടെ റൂം, നമ്മുടെ ടെൻഗന്റെ ഭാര്യയുടെ റൂം കാണിക്കുന്നു. അവിടെ ഇപ്പം മൊത്തത്തിൽ എന്തൊക്കെയോ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കുന്ന സമയത്ത് ആ റൂമിൽ ഒരു ഡീമൺ ഉണ്ട്. ഹേയ് മാക്കിയോ നീ പറ, നീ ആർക്കാണ് ലെറ്റർ അയക്കുന്നത്, വേഗം പറ മാക്കിയോ വേഗം പറ എന്ന് ഒരു ഡീമൺ ആ മാക്കിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ആ റൂമിലോട്ട് ഇപ്പൊ ഇനോസ്കി പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അവിടെ വെച്ച് ഡീമൺ സ്ലെയർ എന്ന
ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സെക്കൻഡ് സീസണിലെ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സിൽ വലിയ രീതിക്ക് സംസാരമൊന്നുമില്ല, വാ തുറന്ന അടിയാണ്, അടിയോടടി. അതുകൊണ്ട് തന്നെ ഞാൻ അതെങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നിങ്ങൾ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിങ്ങൾ കാണേണ്ട സീൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടാവും. സോ ഗായ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരിക്കുന്നു, ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.